ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ശരീരത്തിന് വളരെ പോഷകാംശ ഗുണമുള്ള കാബേജിൻ്റെ തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടി ഞാനൊരു 250 ഗ്രാം കാബേജ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കാം. ആ കാബേജ് ആണ്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ഒരു സവാള ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അരിഞ്ഞ പച്ചമുളക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ചിരകിയ തേങ്ങ അത് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കൊടുത്തിട്ട് നമുക്കിത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കാബേജ് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പേ വെച്ച് അതിനകത്ത് അത് ചൂടായപ്പോൾ സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് സ്വല്പം കടുക് ഇട്ട് കൊടുക്കാം. ആ കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് സ്വല്പം കരിയാപ്പില ഇട്ട് കൊടുക്കാം. 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച കാബേജ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ നമുക്ക് ഇത് ഇളക്കാം. പിന്നെ കൂടുതൽ വേവൊന്നുമില്ല. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കി നമുക്കൊന്ന് സ്വല്പം ഉപ്പിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. കാബേജിൻ്റെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. നമ്മുടെ കാബേജിൻ്റെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ നല്ല രുചിയുള്ളതും വളരെ ശരീരത്തിന് നല്ല ഗുണമുള്ളതും ഒക്കെയാണ്. നമ്മുടെ ഓണസദ്യയ്ക്കും കല്യാണ സദ്യകൾക്കൊക്കെ ഇതിനൊരു വലിയ പങ്കുണ്ട്. ഇതിന് വലിയ സ്ഥാനമാണ്. എല്ലാ സദ്യയ്ക്കും ഇത് വിളമ്പാറുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.